കോഴിക്കോട് ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസ് ചോദ്യം ചെയ്ത ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റെന്ന ആരോപണം. ആരോമൽ ബസ് ഡ്രൈവർ രൂപേഷിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തെ തുടർന്ന് പേരാമ്പ്ര, പയ്യോളി, വടകര റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചു. പയ്യോളി പേരാമ്പ്ര റൂട്ടിൽ ഓട്ടോറിക്ഷയായിട്ടും ജീപ്പായിട്ടും ബസ്സിന് മുമ്പ് സമാന്തര സർവീസ് നടത്തുന്നുണ്ട്. ഇത് പലതവണ അധികാര ശ്രദ്ധപ്പെടുത്തിയിട്ടും ഒരു ആക്ഷനും ഇതുവരെ ആരും എടുത്തിട്ടില്ല. ഇന്നലെ ഈ ബസ് രാവിലെ ബസ്സിന് മുമ്പിലായിട്ട് ഒരു ഓട്ടോറിക്ഷ ആളെടുത്ത് പോകുന്ന സമയത്ത് അവൻ ബ്ലോക്ക് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമായി. അതിന് പ്രതികാരമായിട്ട് ഇന്നലെ വൈകിട്ട് ബസ്സിലെ ജീവനക്കാരെ മർദ്ദിച്ചു. ഇതിനെതിരെയാണ് ഇന്ന് ഒരു മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഇത് ആഹ്വാനമൊന്നുമില്ല, തൊഴിലാളികൾ എടുത്ത തീരുമാനമാക്കാം. വിവരങ്ങൾ നൽകാൻ ദിസ്ന സുരേഷുണ്ട്. ദിസ്ന, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നു? വൈകുന്നേരം ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. തുടർന്ന് ഓട്ടോറിക്ഷ ജീവനക്കാരും ബസ് ജീവനക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയും അതിൽ ബസ് ജീവനക്കാരന് മർദ്ദനമേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബസ് ഡ്രൈവറായ ആരോമലിനെയാണ് മർദ്ദിച്ചത്. ഈ ആരോമൽ ഇപ്പോൾ കൊയിലാണ്ടി ആരോമലിനെയും അതുപോലെ തന്നെ ഡ്രൈവറായ രൂപേഷിനുമാണ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റത്. ഈ രൂപേഷ് കൊയിലാണ്ടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സയിലാണ്. ഈ ബസ് ജീവനക്കാരെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പേരാമ്പ്ര, പയ്യോളി, വടകര റൂട്ടില് സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു പണിമുടക്ക് ആയതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ തന്നെയും വലിയൊരു ദുരിതത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഈ ഭാഗത്തേക്ക് ദീർഘദൂരമായി സർവീസ് നൽകുന്ന ഒരുപാട് ബസ്സുകളുണ്ട്. ഈ ബസ്സുകളൊക്കെ തന്നെയും ഇന്ന് പണിമുടക്കിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയൊരു ദുരവസ്ഥയിലാണ് ഉള്ളത്. ഇത് ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസുമായി ബന്ധപ്പെട്ടാണ് ഒരു വാക്ക് തർക്കം വന്നതും അതിനെ തുടർന്ന് ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സാഹചര്യവും. ദിസ്നയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.